നമസ്കാരം. പ്രധാന വാർത്തകൾ. മുകേഷ് പദവികൾ ഒഴിയണം, അന്വേഷണം നേരിടണമെന്നും നടി ഗായത്രി വർഷ. മുകേഷ് പദവികൾ ഒഴിയണമെന്ന് നടി ഗായത്രി വർഷ. തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മുകേഷ് മാറി നിന്ന് അന്വേഷണത്തെ നേരിടണമെന്ന് അവർ അഭിപ്രായപ്പെട്ടു. അധികാരസ്ഥാനത്തിരിക്കുന്നത് അന്വേഷണത്തെ സ്വാധീനിക്കപ്പെടുമെന്നും ഗായത്രി വർഷ പറഞ്ഞു. ആരോപണ വിധേയരാവുന്നത് ആരായാലും പദവിയിൽ നിന്ന് ഒഴിഞ്ഞ് അന്വേഷണം നേരിടണമെന്ന് ഗായത്രി വർഷ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അത് മുകേഷ് എന്നല്ല, ആരായാലും പദവി ഒഴിയണമെന്നും അവർ പറഞ്ഞു. ആലപ്പുഴ ചിൽഡ്രൻസ് ഹോമിൽ നിന്ന് കാണാതായ 3 കുട്ടികളിൽ 2 പേരെ കണ്ടെത്തി. ആലപ്പുഴ കഞ്ഞിക്കുഴിയിലെ ഹോപ്പ് ചിൽഡ്രൻസ് ഹോമിൽ നിന്ന് ഇന്നലെ വൈകിട്ട് മുതൽ കാണാതായ 3 ആൺകുട്ടികളിൽ 2 പേരെ കണ്ടെത്തി. ചെങ്ങന്നൂർ പോലീസാണ് അഭിമന്യു, അപ്പു എന്നീ കുട്ടികളെ കണ്ടെത്തിയത്. അഭിഷേക് എന്ന കുട്ടിയെ കണ്ടെത്താനായിട്ടില്ല. ഈ കുട്ടിക്കായി തിരച്ചിൽ തുടരുകയാണ്. 15, 14, 16 വയസ്സുള്ള കുട്ടികളെയാണ് കാണാതായത്. ഇന്നലെ അവധി ദിവസമായതിനാൽ കുട്ടികൾ പുറത്തുപോയതായിരുന്നു. വൈകുന്നേരമായിട്ടും കുട്ടികൾ തിരിച്ചു വന്നില്ല. തുടർന്ന് അധികൃതർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ചെങ്ങന്നൂരിൽ വെച്ച് 2 കുട്ടികളെ കണ്ടെത്തിയത്. ഇനിയും കണ്ടെത്താനുള്ള ഒരു കുട്ടിക്കായി അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. നഴ്സിംഗ് വിദ്യാർത്ഥിയെ അതിക്രൂര പീഡനത്തിനിരയാക്കി ഓട്ടോ ഡ്രൈവർ. പീഡിപ്പിച്ചത് ലഹരി കലർത്തിയ പാനീയം നൽകി. നഴ്സിംഗ് വിദ്യാർത്ഥിനിയെ അതിക്രൂരമായി പീഡിപ്പിച്ചതായി പരാതി. ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് പോകും വഴി ഓട്ടോറിക്ഷ ഡ്രൈവറാണ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചത്. ആശുപത്രിയിൽ നിന്ന് ജോലി പൂർത്തിയാക്കി മടങ്ങുന്നതിനിടെ ഓട്ടോ ഡ്രൈവർ ശീതളപാനീയത്തിൽ ലഹരിമരുന്ന് കലർത്തി പീഡിപ്പിച്ചു എന്നാണ് പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയത്. മഹാരാഷ്ട്രയിൽ രത്നഗിരിയിലാണ് സംഭവം. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് യുവതി ആശുപത്രിയിൽ ചികിത്സ തേടുകയും പിന്നീട് പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു. പെൺകുട്ടി ആരോഗ്യം വീണ്ടെടുത്തതിനെ തുടർന്നാണ് പോലീസ് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞത്. സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഓട്ടോറിക്ഷയെക്കുറിച്ചുള്ള പരിശോധനകൾ നടത്തിവരികയാണ്. പ്രദേശത്ത് അന്വേഷണം നടത്തിയതിൽ നിന്നും ഇതുവരെ ഓട്ടോ ഡ്രൈവറെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മദ്യനയ അഴിമതി കേസിൽ കെ കവിതയ്ക്ക് ജാമ്യം. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഭാരതീയ രാഷ്ട്രീയ സമിതി നേതാവ് കെ കവിതയ്ക്ക് ജാമ്യം. ചൊവ്വാഴ്ച സുപ്രീം കോടതിയാണ് കവിതയ്ക്ക് ജാമ്യം അനുവദിച്ചത്. സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുതെന്നും 10 ലക്ഷം രൂപ ബോണ്ട് സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കേസിൽ കവിതയ്ക്ക് പങ്കുണ്ടെന്ന് എന്തടിസ്ഥാനത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ തെളിയിക്കാൻ ശ്രമിച്ചതെന്നും കോടതി ചോദിച്ചു. ജസ്റ്റിസ് BR ഗവായി, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചായിരുന്നു കവിതയുടെ ഹർജി പരിഗണിച്ചത്. കേസിൽ CBIയും EDയും അന്വേഷണം നടത്തിവരികയായിരുന്നു. വിഷയത്തിൽ 2 ഏജൻസികളും അന്വേഷണം പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും ഇതേ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിക്ക് ജാമ്യം അനുവദിച്ചതും ചൂണ്ടിക്കാട്ടിയാണ് കവിത ജാമ്യം ആവശ്യപ്പെട്ടത്. അമ്മയിൽ മോഹൻലാൽ ഉൾപ്പെടെ എല്ലാവരും രാജിവെച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമയിലുണ്ടായ വെളിപ്പെടുത്തലിൽ താരസംഘടന അമ്മയിൽ പൊട്ടിത്തെറി. പല അംഗങ്ങളും രാജി നേതൃത്വത്തെ അറിയിച്ചു. അമ്മ ഓൺലൈനിൽ യോഗം ചേരുകയാണ്. അതേസമയം താരസംഘടന അമ്മയിലുണ്ടായ ഭിന്നതയിൽ വികാരാതീതനായി മോഹൻലാൽ. നേരിടുന്നത് വലിയ പ്രതിസന്ധിയാണെന്ന് മോഹൻലാൽ അംഗങ്ങളോട് പറഞ്ഞതായാണ് പുറത്തുവരുന്ന വിവരം. രാജിക്കുള്ള തീരുമാനം എടുക്കും മുമ്പ് മോഹൻലാൽ മമ്മൂട്ടിയോട് സംസാരിച്ചതായും പുറത്തുവരുന്നുണ്ട്. എന്നാൽ മമ്മൂട്ടി ഉൾപ്പെടെ രാജിവെക്കാനാണ് മോഹൻലാലിന് നൽകിയ നിർദ്ദേശമെന്നാണ് റിപ്പോർട്ട്. അതേസമയം വിഷയത്തിൽ മാധ്യമങ്ങളോട് ഇതുവരെയും മോഹൻലാൽ പ്രതികരിച്ചിട്ടില്ല. വാർത്താക്കുറിപ്പിൽ രാജിവെക്കുന്നതായി മാത്രമാണ് അറിയിച്ചത്.